ഈ വിഷു ഓണമെന്ന് എനിക്ക് ഇഷ്ടേയല്ലേ തുടങ്ങിയോളൂ നാഗിങ്. നിങ്ങൾക്ക് ഇത് നാഗിങ് ആയിരിക്കും, എനിക്ക് പക്ഷേ ഇതെന്റെ റിയാലിറ്റി ആണ്. രാവിലെ എണീക്കുക, 5-8 തരം കറി ഉണ്ടാക്കുക. ചിക്കൻ കറി നീ വെച്ച അടിപൊളിയാന്നേ എന്നൊരു വാക്കിൽ വീണു പോയതാ ഞാൻ. അതിനുശേഷം ചിക്കൻ വെക്കേണ്ട കംപ്ലീറ്റ് ഉത്തരവാദിത്തം എന്റെ തലയിൽ. ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് ചോറൊന്നും വലിയ രസമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു ഗ്ലാസ് പായസം കൂടി ആകുമ്പോഴത്തേക്ക് കോമ സ്റ്റേജിലാവും. പക്ഷെ ഇപ്പൊ കുറച്ചു കൊല്ലമായിട്ട് ഇതിന് ചെറിയൊരു മാറ്റം. കാരണം നമ്മൾ ഒറ്റ ഓണാഘോഷിക്കലില്ല. ഈ പോട്ട്ലക്ക് എന്ന് പറഞ്ഞ കലാപരിപാടി കണ്ടുപിടിച്ച മനുഷ്യനെ ഞാൻ പൂവിട്ട് പൂജിക്കും. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളത് കൊണ്ട് 1-2 കറി ഉണ്ടാക്കിയാൽ മതിയെങ്കിലും ഒരു 5-10 കറിയും കൂട്ടിയിട്ട് സുഖമായിട്ട് ഓണസദ്യ കഴിക്കാം. പോരെ തന്നെ സാരിയും ബ്ലൗസെല്ലാം നേരത്തെ വാങ്ങി അടിച്ചു വെച്ചിട്ടുണ്ട്. മാലയും കമ്മലും അന്നെ തേടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അമാര ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഹാൻഡ് റിട്ടൺ നോട്ടോടും കൂടി സ്പെഷ്യൽ ആയിട്ട് വന്നതാണ് ഈ മാലയും കമ്മലും. കാനഡയിൽ നിന്ന് ആരെങ്കിലും ഓണത്തിന് ഓർണമെന്റ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഈ പേജ് ചെക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇത്രയെല്ലാം നൊടിച്ചിളക്കിയതിന് ശേഷം ഞാൻ ആ സത്യം പറയാം, എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. എന്നിട്ടും ഞാൻ ഇങ്ങനത്തെ കലാപരിപാടികൾക്ക് നിൽക്കുന്നതിന്റെ ഒറ്റ കാരണം ഈ കുരിപ്പ്. അനക്കില്ലാത്ത ക്ഷമ ഇവന് ഡബിൾ ആയിട്ടുള്ളത് കൊണ്ട് നല്ല വൃത്തിയിലും മെനയിലും ഇവൻ എനിക്ക് സാരി ഉടുപ്പിച്ചു. പക്ഷെ 10 മിനിറ്റിൽ ഞാനത് നാശകോശാക്കുന്നുള്ളത് വേറൊരു സത്യം. ഇന്നത്തെ കൊണ കഴിഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും പോയിട്ട് അമാര ഫൈൻ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യും.